നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇതാരാ? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നാടകം അവസാനിപ്പിക്കാൻ തേടി നടന്ന ആളാച്ച. ഓ, ഇതാണോ സീതമ്മ? അതെ, ഞങ്ങള് കൈയോടെ കൂട്ടിക്കൊണ്ടുവന്നു. അത് നന്നായി. ഇനി നീ ചെന്ന് അവളെ ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ. കുട്ടികൾ വന്ന് വിവരമൊക്കെ പറഞ്ഞ് എന്റെ കൂടെ വളർന്ന കുട്ടിയെ എനിക്കറിയാവല്ലോ. ഞാൻ വന്നൊന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞു. ഡി റാണി, നിനക്കല്ലേ പഴയ കാര്യങ്ങളെ പറ്റി ഓർമ്മയില്ലാന്ന് പറഞ്ഞത്? എല്ലാം ഓർമ്മപ്പെടുത്താൻ പറ്റിയ ഒരാളിവിടെ വന്നിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വാ. നീ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് ഇനി നിനക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. വാടി ഇങ്ങോട്ട്. ആരാ അവിടെ വന്നിരിക്കുന്നത്? കാണാൻ പോകുന്ന പറഞ്ഞറിയിക്കണ്ടല്ലോ. ഇങ്ങോട്ട് വാ. റാണിമോളെ, നീ ഏതോ സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നു പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് പോകുന്നത്? എന്നിട്ട് ഇവിടേക്കാണോ പോകുന്നത്? ഓ, ഈ വീട്ടിനേക്കാൾ കൊള്ളാവുന്ന സ്ഥലത്തല്ലേ മോളെ ഞാൻ ഇപ്പൊ താമസിക്കുന്നത്. എന്നെ അവിടെ നിർത്തിയിട്ട് നീ എന്തിനിവിടെ വന്ന് ഇവരോട് മല്ലടിച്ച് ജീവിക്കുന്നത്? നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇവൾക്ക് ഓർമ്മ വന്നിട്ടില്ലായിരിക്കും അല്ലടി? അതെ, ഇവൾക്ക് ഓർമ്മയുണ്ടാവില്ല. അത് മുമ്പ് പറഞ്ഞതാണല്ലോ. നിങ്ങളുടെ പേരെന്താ? സീതമ്മ. നിങ്ങൾക്ക് ഇവളെ തന്നത് അലക്സ ചായനല്ലേ? ആണോ അല്ലയോ? ആ, അതെ. ആ, അപ്പൊ സംശയം വേണ്ട, ഇതെന്റെ മകള് തന്നെയാ. എന്താ ആ കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? അതിൽ സംശയമില്ല. പക്ഷേ എന്താ ഒരു പക്ഷേ? എനിക്കറിയാവുന്ന റാണി ഇങ്ങനെയുള്ള കുട്ടിയല്ല. എന്നുവെച്ചാ ഇവള് റാണി അല്ലെന്നാണോ? അയ്യോ, കണ്ടാ റാണിമോള് തന്നെ. പക്ഷേ ഇവൾ എന്റെ വീട്ടിൽ നിന്ന് പോയത് ഇങ്ങനൊരു സ്ഥലത്തേക്ക് വരുമെന്നോ അമ്മയെ കണ്ടെത്തിയെന്നോ പറഞ്ഞിട്ടും അല്ല. ഇവളുടെ പുരാണം പറയാനല്ല നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്. ഇവളുടെ ശരിക്കുള്ള സ്വഭാവം പറഞ്ഞു കൊടുക്ക. അവളുടെ സ്വഭാവം എങ്ങനെയായിരുന്നോട്ടെ, ഞാൻ ഇവളെ കണ്ടെത്തിയത് ഒരു ആശുപത്രിയിൽ നിന്ന്. അപ്പോ ഇവൾക്ക് കഴിഞ്ഞ കാലത്തെ പറ്റി ഒരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല. ഇവളിനി പഴയ കാലത്ത് എങ്ങനെ നടന്നവളായിരുന്നാലും എനിക്കത് പ്രശ്നമേ അല്ല. ഇപ്പൊ ഇവള് എന്റെ മകളായ ഇവിടെ കഴിയുന്നത്. ഇവളെ തേടി ഇനി ഇങ്ങോട്ടാരും വരികയും വേണ്ട. മനസ്സിലായില്ലേ? ഇവള് എന്തൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നെന്ന് വല്ല ധാരണയുണ്ടോ? നാളെ ഇവള് കാരണം ഈ കുടുംബം അങ്ങനെ തന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവളുടെ കയ്യിൽ നിന്ന് ആ മുദ്രപത്രം ഒപ്പിട്ട് വാങ്ങി ഈ സ്ത്രീയോടൊപ്പം തിരിച്ചയക്കുന്നത് നല്ലത്. അതെ, ഇവിടെ കൊണ്ട് പോവാൻ നോക്ക് സീതമ്മേ. ഒരാള് ഇവളെയും കൊണ്ട് പോവില്ല. ഇവൾ എന്റെ മകളാണെങ്കി ഇവിടെ തന്നെ നിൽക്കും. ഇത്രയും നാളും ഇതുവരെ ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോ ഇത് കാണിക്കുന്നത് ശരിയല്ല. തീക്കൊള്ളി കൊണ്ട് പുറം ചൊറിയരുതേ അഞ്ജനെ. ഓ, അപ്പോ നിങ്ങൾ എന്റെ പേര് മറന്നിട്ടില്ലല്ലേ? ഇത്രയും കാലം ഞാൻ ഇവിടെ ഒരു ജീവച്ചവം പോലെയാ കഴിഞ്ഞിരുന്നത്. ജീവിച്ചിരിക്കുന്നതിനൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നിയത് എന്റെ മോള് വന്നപ്പോഴാ. അവളെ എന്നിൽ നിന്ന് തുരത്താൻ നിങ്ങൾ ആര് നോക്കിയാലും ഞാൻ സമ്മതിക്കില്ല. വാ മോളെ. അഞ്ജന മോളെ, മോള് പറഞ്ഞത് ശരിയാ. എനിക്ക് റാണിയെ വളർത്താൻ തന്നത് അലക്സ് തന്നെയാ. കാലങ്ങൾക്ക് ശേഷം റാണിയെ തേടി എന്റെ വീട്ടിൽ വന്നതും അവളെവിടുന്ന് കൊണ്ടുപോയതും
ഹേമേന്ദ്രൻ സാറാ? അന്ന് റാണിമോൾ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പോകുന്നതിന് മുമ്പ് അതേക്കുറിച്ച് ഞാൻ റാണിയോടൊന്ന് സംസാരിച്ചോട്ടെ? ഒരു 5 മിനിറ്റ് മതി. മോക്ക് സംസാരിക്കണം. എനിക്കിതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. മോള് വാ, എനിക്ക് അധിക സമയമൊന്നും വേണ്ട. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങ് പൊയ്ക്കോളാം. വാ. ചെല്ലു മോളെ. എന്താ? നിന്നെ സമ്മതിക്കണം മോളെ. ഒരു കാര്യം ഓർമ്മയില്ലെന്ന് നീ ഇവിടെ അഭിനയിച്ച് തകർക്കുകയാണല്ലേ. എനിക്ക് ശരിക്കും മനസ്സിലാവാത്തോണ്ട് ചോദിക്കാ, നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായി. ആ ഹേമേന്ദ്രൻ സാറ് ഇങ്ങനെ നിന്നെ ഇവിടെ കൊണ്ടാക്കണമെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തോ വലിയ പ്ലാൻ നടന്നിട്ടുണ്ട്. എന്താ ശരിക്കും ഉദ്ദേശം? അത് എന്നോടെങ്കിലും പറ മോളെ. ഒന്നുമില്ലെങ്കിലും ചെറിയ പ്രായം മുതൽ വളർത്തി വലുതാക്കിയതല്ലേ ഞാൻ. നിന്റെ സ്വഭാവം എനിക്കറിയാം. നീ ഇങ്ങനെ ഒന്നും ഓർമ്മയില്ലാത്തവളെ പോലെ പൊട്ടം കളിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ വലിയ കാര്യലാഭം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ദേ, ഒരു കാര്യം ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പൊ നീ കാണിക്കുന്ന ഈ നാടകം നിനക്ക് തന്നെ പാരയാവാതെ നോക്കണം. എനിക്കോ? പറ്റാവുന്ന അത്രയും കാശ് പരമാവധി വേഗത്തിൽ ഉണ്ടാക്കാൻ നോക്കിയ നിനക്ക് കൊള്ളാം. ദേ, ആ പിള്ളേരുണ്ടല്ലോ, നിന്റെ തള്ളയ്ക്ക് പിന്നെ ഉണ്ടായ സന്തതികൾ, അവരെ എന്നെ അന്വേഷിച്ച് കണ്ടെത്തിയതേ വെറുതെ ഒന്നുമല്ല. അവർക്ക് നിന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തുരത്തണം. മനസ്സിലാക്കിയെടുത്തോളം വീട് അത്ര വലുതല്ലെങ്കിലും പുരയിടവും വസ്തുക്കളും ഒക്കെയായി കുറെ കാണണം ഇവർക്ക്. നീ ഇവിടെ നിന്നാ അത് മുഴുവൻ പോകുമെന്നുള്ള പേടിയുണ്ടവർക്ക്. അതുകൊണ്ട് നിന്നെ ഇല്ലാതാക്കാനുള്ള പണി അവരെന്തായാലും നോക്കും. ആ കെണിയിൽ പെടാതെ നോക്കിയാൽ നിനക്ക് കൊള്ളാം. എന്നെ മനസ്സിലാവുന്നില്ല എന്ന് നീ അഭിനയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് നിന്നെ കാണുമ്പം ആകെ ഒരു സംശയം മാത്രമേ തോന്നിയുള്ളൂ. നിന്റെ കണ്ണെന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നത്? എന്ത്? നീ വല്ലതും വെച്ചിട്ടുണ്ടോ കണ്ണില്? നീയൊരു പെരുങ്കള്ളി ആയതുകൊണ്ട് നീ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. എന്തായാലും നീ തന്ന കാശ് കൊണ്ട് ഞാൻ വീടൊക്കെ മാറി. ഇപ്പൊ അതൊക്കെ ഒരു തീരുമാനവുമായി. ഇനി പഴയതുപോലെ തട്ടുകട പരിപാടിക്ക് നടക്കാനൊന്നും എനിക്ക് വയ്യ. കുറച്ച് കാശൂടെ വേഗം എത്തിച്ചു തരാനുള്ള പരിപാടി നോക്കണം, കേട്ടല്ലോ? ദേ, സൂക്ഷിച്ചും കണ്ടും നിൽക്കണം, അത് മറക്കണ്ട. എന്നാ ശരി. ഇവര് പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ ജീവിച്ചിരുന്നത്. അന്ന് എന്നെ തിരക്കി വന്ന ആ ഗുണ്ടയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ കൂലിത്തല്ലും പിടിച്ചു പറയും ശീലമാക്കിയ അത്തരക്കാരുടെ ഇടയിൽ അവരിൽ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ അമ്മയുടെ സഹോദരനാണ് എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയതെങ്കിൽ അതിനുശേഷം എനിക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ആ സഹോദരനെ പിന്നെ കണ്ടിട്ടുമില്ലല്ലോ. ആരാ അയാള്? ഈ സ്ത്രീ പറഞ്ഞ പോലെ എന്റെ കണ്ണിന് എന്ത് മാറ്റമാ സംഭവിച്ചേ? എനിക്കറിയാത്ത എന്റെ ഭൂതകാലം എന്താണ്?